ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് ആണ് നമ്മളിത് പഠിക്കുന്നത്. ലഘുപത് ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. ഇതിനകത്ത് ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചോദ്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ അതിനുശേഷം തന്നെ എന്ത് ചെയ്യണം, ചോദ്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അത് നമുക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറയുന്നത്. ലഘുപതി ദീദി സ്കീം എന്ന് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. സഹകരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലാണ് പദ്ധതി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുടെ വിവിധ വശങ്ങൾ വിശദമാക്കുന്ന മാർഗനിർദ്ദേശ രേഖയാണ് ലഘുപതി മാർഗദർശിക. സാധ്യതയുള്ള ലഘുപതി ദീദികളെ തിരിച്ചറിയുവാനും അവർ വിവിധ ഉപജീവന മാതൃകകളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് തെറ്റെന്നാണ് നോക്കുന്നത്. 2023 ഡിസംബർ മാസം 23-ാം തീയതി രാജസ്ഥാനിലെ BJP സർക്കാർ ആരംഭിച്ച ലഘുപതി ദീദി യോജന ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് പരിപാടി ആണ്. അപ്പം ഏത് ഡേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പഠിച്ചു നോക്കണം. ഡിസംബർ മാസം 23-ാം തീയതി 2023 ഡിസംബർ മാസം. ഓക്കെ, ഇപ്പൊ രാജസ്ഥാനിലെ BJP സർക്കാരാണ് ഇത് ആരംഭിച്ചത്. ഈ ഒരു സ്കീം ആർക്ക് വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. എവിടെയുള്ളതാണ്? ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. എവിടെയാണ്? ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പം പ്രധാനമായിട്ടും അംഗൻവാടി ദീദി, ബാങ്ക് വാലി ദീദി, മെഡിസിൻ വാലി ദീദി തുടങ്ങിയ സ്വയം സഹായ ഗ്രൂപ്പുകളിൽ ചേരാൻ പദ്ധതി സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ എവിടെയാണ് ചേരേണ്ടത്? അംഗൻവാടി ദീദി, അല്ലെങ്കിൽ ബാങ്ക് വാലി ദീദി, അല്ലെങ്കിൽ മെഡിസിൻ വാലി ദീദി എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വയം സഹായ ഗ്രൂപ്പുകളിൽ ചേരാനാണ് പദ്ധതി നിർദ്ദേശിക്കുന്നത്. അവർക്ക് സാമ്പത്തികമായി സ്വയം ആശ്രയിക്കാനുള്ള ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതുവഴി അവർക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും സുസ്ഥിര വരുമാനം നേടാനാകും ഓരോ വീട്ടിലും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർ ഇയറിൽ 1 ലാഖ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പെർ ഇയറിൽ 1 ലാഖ് സ്ത്രീകളെ സംബന്ധിച്ച്. എവിടെയുള്ള സ്ത്രീകളെയാണ്? ഗ്രാമീണ മേഖലകളിലാണ്. അപ്പൊ ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് ചേരാൻ പറയുന്നത്? അംഗൻവാടി, അല്ലെങ്കിൽ ബാങ്ക് വാലി, അല്ലെങ്കിൽ മെഡിസിൻ വാലി. ഓക്കെ, ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പലിശ കൂടാതെ എത്ര ലാക്സ് രൂപ വരെ നൽകും? 5 ലാക്സ് റുപ്പീസ് വരെ നൽകുന്നതാണ് ഈ പദ്ധതിയുടെ പ്രൈമറി ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 5 ലാക്സ് റുപ്പീസ്. ഈ ഒരു പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് 5 ലാക്സ് നോ ഇൻട്രസ്റ്റ് വഴിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക പരിമിതികളിൽ നിന്ന് മുക്തരായി തങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും പദ്ധതി സ്ത്രീകളെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പൊ അതാകുമ്പോൾ എന്തില്ല, വലിയ ടെൻഷൻ ഒന്നും ഇല്ല. ഇന്ത്യയിൽ ഉടനീളമുള്ള ഗ്രാമങ്ങളിൽ 3 കോടി ലക്ഷപതി ദീദികളെ സൃഷ്ടിക്കാനും, ഇപ്പൊ ഇന്ത്യയിൽ ഉടനീളമുള്ള ഗ്രാമങ്ങളിൽ 3 കോടി ലക്ഷപതി. ഇപ്പൊ ഇതിന്റെ ഈ സ്കീമിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരെയാണ് ഇവർ എയിം ചെയ്യുന്നത്? ഓൾ ഓവർ ഇന്ത്യ 3 കോടി ലക്ഷപതി ദീദികളെ, 3 കോടി ആൾക്കാരെ, ലക്ഷപതികളായിട്ടുള്ള സ്ത്രീകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ സംസ്ഥാനത്തെ എത്ര ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യുമെന്നിട്ടാണ് ഒരു കണക്കെടുത്തില്ല? 11.24 ലാക്സ് സ്ത്രീകൾക്ക്. അത്രയാണ്. രാജസ്ഥാനിലാണെങ്കിൽ 11.24 ലാക്സ് സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യാനും ഈ ഒരു സർക്കാർ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഉടനീളമുള്ള ഗ്രാമങ്ങളിൽ ടോട്ടൽ 3 കോടി സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പദ്ധതി. രാജസ്ഥാനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് എന്തായിരിക്കണം? 11.24 ലാക്സ് ആണ് രാജസ്ഥാനിലെ സ്ത്രീകൾ. എത്ര സ്ത്രീകൾക്ക് പ്രയോജനം നൽകുന്നു? 11 ലക്ഷത്തിലധികം, 11.25 ലക്ഷം സ്ത്രീകളെയാണ് ഇത് എയിം ചെയ്യുന്നത് എന്ന കാര്യവും കൂടെ നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ ഉടനീളം ചോദിച്ചാൽ 3 കോടി, രാജസ്ഥാനിൽ മാത്രമാണെങ്കിൽ 11.24 എന്നും ഓർത്തു വെച്ചിരിക്കണം. ഇനി അപേക്ഷിക്കുന്ന സ്ത്രീ സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരിയായിരിക്കണം. അവരുടെ വാർഷിക വരുമാനം, ഇതൊക്കെയൊന്നും അറിയത്തില്ല, നോട്ട് ചെയ്ത് വെച്ചേക്കണം. 3 ലക്ഷം രൂപയിൽ കവിയരുത്. അപ്പൊ ഇവിടെ മുമ്പേ പറഞ്ഞ ഒരു 1 ലാഖ് ഉണ്ട്, അത് എന്തുവാണ്? ഇതിന് ശേഷമാണ്. അപ്പൊ ഇവിടെ നമുക്ക് 3 ലാക്സ് പറയുന്നുണ്ട്, 1 ലാഖ് പറയുന്നുണ്ട്, 5 ലാഖ് ഉണ്ട്. ഇത് ലാസ്റ്റ് കൺഫ്യൂസിങ് ആവരുത്, ഞാൻ ഒന്നുകൂടെ പറയാം. ഇവര് ഗവൺമെന്റ് കൊടുക്കുന്ന സഹായമാണ് 5 ലാക്സ് വിത്ത് നോ ഇൻട്രസ്റ്റ്. ഇവരുടെ എയിം എന്താണ്? 1 ലക്ഷം രൂപ മാസ വരുമാനം, ഇയർലി വരുമാനം ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ?
ഇനി ഇവരുടെ സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതൽ ആകാത്ത ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഗവൺമെന്റ് കൊടുക്കുന്നത് 5 lakhs വിത്ത് നോ ഇൻട്രസ്റ്റ്. 1 lakh പെർ ഇയറിൽ ഇവർ നേടാൻ ആകുമെന്നിട്ടാണ് ഇവർ പറയുന്നത്. ഇനി അതിനുശേഷം 3 lakhs താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുടുംബത്തിലെ ഒരാളും എന്താവരുത്, സർക്കാർ ജോലി ചെയ്യുന്നവരാവരുത്. ഓക്കെ, അപ്പൊ അതും ഒരു കണ്ടീഷനാണ്. ഇനി ഇത് ഏതൊക്കെയാണ് പ്രയോജനങ്ങൾ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ മുമ്പേ സ്ത്രീ സ്വയം സഹായ ഗ്രൂപ്പുകളുടെ പറഞ്ഞല്ലോ, മെഡിസിൻ വാലി ദീദി, അംഗൻവാടി ദീദി, അതുപോലെ തന്നെ ബാങ്ക് വാലി ദീദി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുത്തി LED ലൈറ്റ് നിർമ്മാണം, പ്ലംബിംഗ്, ഡ്രോൺ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത്? കാര്യം നമ്മൾക്ക് ഈ പ്രാവശ്യം ഈ ഒരു ചോദ്യത്തിനകത്ത് ഈ റിലേറ്റ് ചെയ്തിട്ടാണ് വന്നതെങ്കിലും അടുത്ത പ്രാവശ്യം ഇതിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ചോദിക്കുമ്പോൾ LED ലൈറ്റ് നിർമ്മാണം എന്നൊക്കെ ചോദിച്ചു കൂടായികയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു അവയർനെസ് വേണം. LED ലൈറ്റ് നിർമ്മാണം, പ്ലംബിംഗ്, ഡ്രോൺ നിർമ്മാണ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നേടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ടോ? എസ്. അടുത്തത്, 20,000 പുതിയ സ്ത്രീകളെ സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ പദ്ധതി സഹായിക്കുന്നു. ഇത് അവരുടെ ബിസിനസ് നിയന്ത്രിക്കാനും ആരംഭിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. 20,000 പുതിയ സ്ത്രീകളെ സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഈ പദ്ധതി സഹായിക്കുന്നു. ഇത് അവരുടെ ബിസിനസ് നിയന്ത്രിക്കാനും ആരംഭിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഗ്രാമീണ കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുമുള്ള സാങ്കേതിക മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ജലസേചന പ്രവർത്തനങ്ങൾക്കായി വനിതാ SGSന് ഡ്രോണുകൾ ലഭിക്കും. അപ്പം ജലസേചന പ്രവർത്തനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വനിതകൾക്ക് വേണ്ടിയിട്ട് ഡ്രോണുകൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രാമീണ കാർഷിക മേഖലകളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുമുള്ള സാങ്കേതിക മാറ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലസേചന പ്രവർത്തനങ്ങൾക്കായി വനിതാ SGSന് എന്ത് ലഭിക്കുന്നതാണ്? ഡ്രോണുകൾ ലഭിക്കുന്നതാണ്. 15,000 വനിതാ SGS ഡ്രോൺ ഓപ്പറേഷനിലും അറ്റകുറ്റപ്പണിയിലും പരിശീലനം നേടും. അപ്പൊ അങ്ങനെയുള്ള SGS ഡ്രോൺ ഓപ്പറേഷനകത്ത് എത്ര പേർക്കാണ് പരിശീലനം കൊടുക്കുന്നത്? 15,000 വനിതകൾക്ക് പരിശീലനം കൊടുക്കും. കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഡ്രോൺ ജലസേചനത്തിന് കഴിവുണ്ട്. ഇത് കൃത്യമായ കാർഷിക വിള നിരീക്ഷണത്തിനും കീടനിയന്ത്രണവും അനുവദിക്കുന്നുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലാഭകരമായിട്ട് കാർഷിക മേഖല വളരും എന്നിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് കാർഷിക വിള നിരീക്ഷണത്തിനും കീടനിയന്ത്രണത്തിനുമായി ബന്ധപ്പെട്ട് ഡ്രോണുകളൊക്കെ പ്രവർത്തിക്കാൻ ആരെയും സന്നദ്ധരാക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന വനിതകളെ സന്നദ്ധരാകുന്നു. അങ്ങനെയുള്ള എത്ര ആൾക്കാരെ ഇതിനകത്തേക്ക് ചെയ്യിക്കുന്നുണ്ട്? 15,000 വനിതകളെ. നമ്മൾ ഈ 15,000 വനിതകൾ ഏത് ഡ്രോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി നമ്മൾ ഇവിടെ ഒരു 20,000 പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 20,000. അപ്പൊ ഇവിടെ 2 ആയിരങ്ങളുടെ കാര്യം പറഞ്ഞു. ഒന്ന് 20,000, ഒന്ന് 15,000. 20,000 എന്തിനെ പറ്റിയിട്ടാണ്? സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 15,000 ആണ് നമ്മൾക്ക് ഡ്രോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നിരിക്കുന്നത്. സാമ്പത്തിക സാക്ഷരതാ ശില്പശാലകൾ, വായ്പാ സൗകര്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, പ്രതിഭാ വികസനം, സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ തുടങ്ങി വിവിധ ആനുകൂല്യങ്ങൾ പദ്ധതി നൽകുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? ഇൻഷുറൻസ് റിലേറ്റ് ചെയ്ത് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പ്രതിഭകളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതും സാമ്പത്തികമായിട്ട് പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ വിവിധ അധിക ആനുകൂല്യ പദ്ധതികൾ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക സാക്ഷരതാ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്താണ്? സാമ്പത്തിക സാക്ഷരതാ ശില്പശാലകൾ. സാമ്പത്തിക സാക്ഷരതയാണ്, സാധാരണ സാക്ഷരതയല്ല. എക്കണോമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു ലിറ്ററസി, അല്ലെങ്കിൽ പലർക്കും പൈസ ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള അറിവുകൾ പോരായ്മ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ഏത് പദ്ധതിയിൽ നിക്ഷേപിക്കണം, എവിടുന്ന് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാമ്പത്തിക സാക്ഷരതാ ശില്പശാലകളൊക്കെ സംഘടിപ്പിക്കുന്നത് വഴി നടക്കുന്നത്. ഇനി വായ്പാ സൗകര്യങ്ങളുണ്ട്, ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും, ഇനി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സാമ്പത്തികമായിട്ട് പ്രോത്സാഹനങ്ങളും എല്ലാം ഈ ഒരു പദ്ധതിയിലെ എക്സ്ട്രാ ആനുകൂല്യങ്ങളാണെന്ന കാര്യങ്ങളോട് നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ടാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ യെസ് ഓർ നോ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി.
അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ലഘുപതി ദീദി സ്കീമുമായി താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുമ്പോൾ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊരു മാർഗനിർദ്ദേശക രേഖയ്ക്ക് പറയുന്ന പേരാണ് ലഘുപതി മാർഗനിർദ്ദേശക രേഖ എന്നാണ് പറയുന്നത്. സാധ്യതയുള്ള ലഘുപതി ദീദികളെ തിരിച്ചറിയുകയും അവർ വിവിധ ഉപജീവന മാതൃകകളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. യെസ്, അത് വിവിധ ഉപജീവന മാതൃകകളുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. എന്ത്? 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവരായിരിക്കണം, സർക്കാർ ജോലിക്കാർ ആവരുത്, ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളായിരിക്കണം, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരിക്കണം എന്നൊക്കെയുള്ള കുറേയധികം കണ്ടീഷൻസ്. അവര് സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തത് രാജസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിൽ ഉടനീളം 3 കോടി ആൾക്കാരത്തോളം ഇത് വരും എന്നിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. കൂടാതെ എന്തും ഉണ്ട്, 15,000 ആൾക്കാരെ ഡ്രോണിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, 20,000 ആൾക്കാരെ ഈ സ്വയം സഹായ സംഘങ്ങളിലേക്കുള്ള കാര്യങ്ങളും കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി 2 അഡീഷണൽ പോയിന്റൂടെ പഠിച്ചു വെക്കണം. ലഘുപതി മാർഗനിർദ്ദേശിക എന്ന് പറയുന്നത് ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന മാർഗനിർദ്ദേശ രേഖയാണെന്ന കാര്യവും നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൂടാതെ നമ്മൾക്ക് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിനകത്ത് കാണിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ക്ലാസ്സിന്റെ ടൈമിംഗ് 9:45 മുതൽ 10:30 വരെയാണ് ടൈം എന്ന് പറഞ്ഞത്. നമ്മുടെ ടീച്ച്മെന്റ് ആപ്പിനകത്താണ് വരുന്നത്. വീക്കിലി 5 ക്ലാസ് ആണ് വരുന്നത്. റെക്കോർഡ്സും PDF-ഉം അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഡിസംബർ 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇത്രയും ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. എല്ലാ ആഴ്ചയിലും പരീക്ഷയും ഉണ്ടായിരിക്കും, കമ്പൈൻഡ് സ്റ്റഡിയും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. താങ്ക് യു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിചാരിക്കുന്നു. താങ്ക് യു.